ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാജിവെച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജിക്കത്ത് സമർപ്പിച്ചു. KM ഷബ്ന വിവരങ്ങളുമായി. ഷബ്ന, വളരെ വിവാദമായ ഒരു കേസായിരുന്നു ഇത്. എന്താണ് നിലവിലെ വിവരങ്ങൾ? ഷാമിന്റെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തന്നെ ഏറ്റവും അപമാനകരമായ സംഭവമായിരുന്നു 2025 സെപ്റ്റംബറിൽ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പാതി നിലയിൽ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. 15 കോടിയോളം രൂപ ഇത്തരത്തിൽ കണ്ടെത്തി എന്നതായിരുന്നു കണക്കുകൾ പുറത്തു വന്നത്. പിന്നീട് ഒരു തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തുമ്പോഴാണ് ഈ പണം കത്തിയ നിലയിൽ ചാക്കുകളിലാക്കി കെട്ടിയ നിലയിൽ ഔദ്യോഗിക വസതിയിൽ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. സുപ്രീം കോടതിയുടെ അന്വേഷണത്തിൽ യശ്വന്ത് വർമ്മ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സ്പീക്കറും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഇതിനിടെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ഇദ്ദേഹത്തെ ചുമതലയൊന്നും ഇല്ലാതെ തന്നെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ഏതായാലും ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് കടക്കാൻ ഇരിക്കെയാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് രാജി നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ ജഡ്ജിമാർ രാജിവെച്ചാൽ ഈ ഹൈക്കോടതിയിൽ നിന്ന് വിരമിക്കുന്ന ജഡ്ജിമാരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. എന്നാൽ ഇംപീച്ച്മെന്റ് നടപടിയാണെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കില്ല. ഏതായാലും ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഈ രാജിക്കത്ത്. ഇംപീച്ച്മെന്റ് ഒഴിവാക്കാനുള്ള യശ്വന്ത് വർമ്മയുടെ നീക്കമായിരുന്നു അപ്പോൾ ഇത് എന്നാണല്ലേ മനസ്സിലാക്കേണ്ടത് ഷബ്ന? ഒപ്പം ഈ കേസിന്റെ നാൾവഴി കൂടി ഒന്ന് പറയൂ പ്രേക്ഷകർക്കായി. ഷമിനി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് വലിയ കളങ്കമുണ്ടാക്കിയ കേസ് എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. 2025 സെപ്റ്റംബറിലാണ് ഈ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരിക്കെ ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടാകുന്നു. തീപിടുത്തത്തെ തുടർന്ന് ഫയർഫോഴ്സ് വീട്ടിൽ തീയണക്കാൻ എത്തുമ്പോൾ പാതി കത്തിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തുകയായിരുന്നു. ചാക്കിൽ കെട്ടിയ നിലയിലൊക്കെ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ച് രീതിയിൽ കണ്ടെത്തിയിരുന്നു. ഇത് ഏകദേശം 15 കോടിയോളം രൂപ വരും എന്നതായിരുന്നു അന്ന് കണക്കുകൾ പുറത്തു വന്നത്. തുടർന്ന് ഈ പണം ത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണത്തിലേക്ക് പോയെങ്കിലും അതേ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ ജഡ്ജി കുറ്റക്കാരനാണ് എന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ അതായത് ചീഫ് ജസ്റ്റിസ് നിയോഗിച്ച 3-അംഗ സമിതി, ജഡ്ജിമാരടങ്ങുന്ന 3-അംഗ സമിതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ചീഫ് ജസ്റ്റിസ് തന്നെ നിർദ്ദേശിച്ചു. അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. പക്ഷേ ജഡ്ജിയുടെ ചുമതല ഒന്നും തന്നെ നൽകാതെയാണ് സ്ഥലം മാറ്റിയത്. ഇതിനിടെ ലോക്സഭയിൽ ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അതിനെതിരെയൊക്കെ യശ്വന്ത് വർമ്മ കോടതിയെ സമീപിച്ചിരുന്നു. കോടതികൾ പക്ഷേ സുപ്രീം കോടതി ഇദ്ദേഹത്തിന്റെ ഹർജികളൊക്കെ തള്ളുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് കടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. ശരി, ഷബ്ന വിവരങ്ങൾ നൽകിയത്. ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കെട്ടിയ കേസിൽ നിലവിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാജിവെച്ചിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു. KM ഷബ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.